പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ പല കുട്ടികളിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ADHD. ശ്രദ്ധയില്ലായ്മ, അമിതമായ വികൃതി, എടുത്തുചാട്ടം എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളായി കണ്ടുവരുന്നത്. കുട്ടികൾക്ക് സ്കൂളിൽ, ക്ലാസ്സിലോ അല്ലെങ്കിൽ വീട്ടിലോ എവിടെയും ഒട്ടും ശ്രദ്ധയില്ലായ്മ, പഠനകാര്യത്തിലാണെങ്കിൽ ഒട്ടും താല്പര്യമില്ലായ്മ, അമിതമായ വികൃതി, അടുത്തിരിക്കുന്ന കുട്ടികളോടൊക്കെ അമിതമായ വികൃതി കാണിക്കുക, ക്ലാസ്സിൽ പലപ്പോഴും അധ്യാപകർ പരാതി പറയുക, നമ്മൾ എവിടെയെങ്കിലും ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ അടുത്തുള്ള കുട്ടികളുമായിട്ടൊക്കെ അമിതമായ വികൃതി കാണിക്കുക, അമിതമായി ഓടി ചാടിക്കളിക്കുക, അടുത്തുള്ള ആളെ ഉപദ്രവിക്കുക തുടങ്ങിയ തരത്തിലുള്ള അമിതമായ വികൃതികൾ കണ്ടുവരാറുണ്ട്. അതുപോലെ എടുത്തുചാട്ടം, റോഡിലൂടെയൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ കുട്ടികൾ വളരെ പെട്ടെന്ന് കൈകൾ കുതറിമാറി റോഡ് ക്രോസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും അപകടം സംഭവിക്കാനും പലപ്പോഴും മരണം വരെ സംഭവിക്കാനും കാരണമാകാറുണ്ട് ഇത്തരത്തിലുള്ള. അപ്പോൾ ശ്രദ്ധയില്ലായ്മ, അമിതമായ വികൃതി, എടുത്തുചാട്ടം തുടങ്ങിയ ലക്ഷണങ്ങളോടെ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ADHD അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. നമ്മുടെ മസ്തിഷ്കത്തിലെ ഫ്രോണ്ടൽ ലോബിൽ നിന്നുള്ള ഡോപ്പമിൻ എന്ന രാസവസ്തുവിൻ്റെ അളവ് കുറയുന്നതും അതുപോലെ മസ്തിഷ്കത്തിൻ്റെ ഇടത് വലത് ഭാഗങ്ങൾ തമ്മിലുള്ള ഏകോപനം കുറയുന്നതും ഇതിന് കാരണമാകുന്നു. ഇത്തരത്തിൽ കുട്ടികളിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവാൻ ജനിതകമായിട്ടുള്ളതും അതുപോലെ പാരിസ്ഥിതികമായിട്ടുള്ളതുമായ പല കാരണങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഭക്ഷണം ഏത് രീതിയിലാണ് കുട്ടികളിൽ ഹൈപ്പർ ആക്ടിവിറ്റിക്ക് കാരണമാകുന്നത്, അതല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളിൽ അതിൻ്റെ ലക്ഷണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ടോ എന്ന് നോക്കാം. സിന്തറ്റിക് ഫുഡ് കളറുകൾ ചേർത്ത ഭക്ഷ്യവസ്തുക്കൾ അമിതമായി ഉപയോഗിക്കുന്നത് കുട്ടികളിൽ ഇത്തരത്തിലുള്ള ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറുകൾക്ക് കാരണമാകും, അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളിൽ അത് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും എന്നാണ് പല പഠനങ്ങളും പറയുന്നത്. കുട്ടികൾ ഇഷ്ടപ്പെടുന്ന, കുട്ടികൾ വാങ്ങിക്കഴിക്കുന്ന സാധാരണ രീതിയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ, അതായത് കോൺഫെക്ഷണറീസ്, മിഠായികൾ, അതുപോലെ ചോക്ലേറ്റ്സ്, അതുപോലെ ഐസ് കാൻഡീസ്, അതുപോലെ ഫ്രൂട്ട് ഡ്രിങ്ക്സ് തുടങ്ങിയവയിലൊക്കെ ധാരാളം ഫുഡ് കളറുകൾ, സിന്തറ്റിക് ഫുഡ് കളറുകൾ ചേർത്ത് വരുന്നുണ്ട്. മഞ്ഞ നിറം നൽകുന്നതിന് വേണ്ടിയിട്ട് ടാട്രസിനും സൺസെറ്റ് യെല്ലോയും, ചുവപ്പ് നിറം നൽകുന്നതിന് വേണ്ടി പോൺഷിയോഫോറ, എരിത്രോയിസിൻ, കാർമോയിസിൻ തുടങ്ങിയവയും, നീല നിറം നൽകുന്നതിന് വേണ്ടി ബ്രില്യൻ ബ്ലൂ FCF, അതുപോലെ ഇൻഡിഗോ കാർമൈൻ തുടങ്ങിയവയും, പച്ച നിറം നൽകുന്നതിന് വേണ്ടി ഫാസ്റ്റ് ഗ്രീൻ FCF എന്നിവയെല്ലാം ഭക്ഷ്യവസ്തുക്കളിൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള സിന്തറ്റിക് ഫുഡ് കളേഴ്സ് അമിതമായി ചേർക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ തുടർച്ചയായി കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ലക്ഷണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുമെന്ന് പല പഠനങ്ങളും പറയുന്നു. ടാട്രസിൻ്റെ സൈഡ് എഫക്ട്സുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, അല്ലെങ്കിൽ പല പഠനങ്ങളിലും കണ്ടെത്തിയത് ടാട്രസിൻ്റെ അമിതോപയോഗം കുട്ടികളിൽ ഹൈപ്പർ ആക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ ബിഹേവിയറൽ ഡിസോർഡേഴ്സിനും കാരണമാകുമെന്ന് പറയുന്നു. അതുപോലെ സൺസെറ്റ് യെല്ലോ അടങ്ങിയ ഭക്ഷണവും തുടർച്ചയായി കഴിക്കുന്നത് കുട്ടികളിൽ ഇത്തരത്തിലുള്ള ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറിന് കാരണമാകുന്നുണ്ട്. മാത്രമല്ല, കുട്ടികളിൽ അലർജി, ആസ്മ പോലത്തെ അസുഖങ്ങൾ ഉണ്ടാകുന്നതിനും അല്ലെങ്കിൽ ആസ്മ അലർജി ഉള്ള കുട്ടികളിൽ അവയുടെ ലക്ഷണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഇത്തരത്തിലുള്ള സിന്തറ്റിക് ഫുഡ് കളറുകൾ ചേർത്ത ഭക്ഷ്യവസ്തുക്കൾ കാരണമാകുന്നുണ്ട്. സൺസെറ്റ് യെല്ലോയുടെ സൈഡ് എഫക്റ്റുകളിൽ കുട്ടികളിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് റിട്ടാർഡേഷന് കാരണമാകുമെന്നും ചില പഠനങ്ങളിൽ പറയുന്നുണ്ട്. അതുപോലെ ബ്രില്യൻ ബ്ലൂ, അതുപോലെ കാർമോയിസിൻ തുടങ്ങിയ സിന്തറ്റിക് ഫുഡ് കളറുകളുടെയൊക്കെ സൈഡ് എഫക്റ്റുകളിൽ അല്ലെങ്കിൽ ഇവയുടെ അമിതോപയോഗം പലപ്പോഴും ഇത്തരത്തിലുള്ള ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറുകൾ കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫുഡ് സ്റ്റാൻഡേർഡ് ഏജൻസി ഓഫ് യൂറോപ്യൻ യൂണിയൻ കുട്ടികൾക്ക് നൽകുന്ന ഭക്ഷണങ്ങളിൽ ഇത്തരത്തിലുള്ള ടാട്രസിൻ പോലത്തെ കൃത്രിമ നിറങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വാർണിംഗ് ലേബൽ നിർബന്ധമായിട്ടും ലേബലിൽ കൊടുത്തിരിക്കണമെന്ന് പറയുന്നത്. ഒത്തിരി ഭക്ഷണങ്ങളിൽ ടാട്രസിൻ നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ ചില ഭക്ഷണങ്ങളിൽ ടാട്രസിൻ ചെറിയ അളവിൽ അനുവദനീയമാണ്. അതായത് 100 മില്ലിഗ്രാം പെർ കിലോഗ്രാം, അതല്ലെങ്കിൽ 200 മില്ലിഗ്രാം പെർ കിലോഗ്രാം എന്ന തോതിൽ ചില ഭക്ഷണങ്ങളിൽ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ കുട്ടികൾ സാധാരണയായി ഉപയോഗിച്ചു വരുന്ന കോൺഫെക്ഷണറി അല്ലെങ്കിൽ മിഠായികൾ, ചോക്ലേറ്റ്സ്, കേക്ക്സ്, കുക്കീസ്, ബിസ്ക്കറ്റ്സ്, ക്രാക്കേഴ്സ്, സ്ക്വാഷസ്, ഫ്രൂട്ട് സിറപ്പ്, ഫ്രൂട്ട് ഡ്രിങ്ക്, റെഡി ടു സെർവ് ഫ്രൂട്ട് ബീവറേജ്, എനർജി ഡ്രിങ്ക്സ്, ഡയറി ബേസ്ഡ് ഡ്രിങ്ക്സ്, ഫ്ലേവേർഡ് മിൽക്ക്, ഡയറി ബേസ്ഡ് ഡിസേർട്ട്സ്, കാൻഡീഡ് ഫ്രൂട്ട്, ജാം, ജെല്ലീസ്, എഡിബിൾ ഐസസ്, ഐസ് കാൻഡി തുടങ്ങിയവയിലൊക്കെ ടാട്രസിൻ പോലത്തെ, സൺസെറ്റ് യെല്ലോ പോലത്തെ ഫുഡ് കളറുകൾ അനുവദനീയമാണ് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ കുട്ടികൾ പലപ്പോഴും ഇഷ്ടപ്പെടുന്ന ഇത്തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളിലൊക്കെ ധാരാളമായിട്ട് സിന്തറ്റിക് ഫുഡ് കളറുകൾ ചേർത്തിട്ടുണ്ടാകും. ഇത് നിയമപ്രകാരം അനുവദനീയമായത് കൊണ്ട് തന്നെ ഇതിനെതിരെ ആക്ഷൻ എടുക്കുക പ്രയാസമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഫുഡ് കളറുകൾ ചേർത്ത ഭക്ഷ്യവസ്തുക്കൾ തിരിച്ചറിയാൻ നമുക്ക് ലേബൽ നോക്കിയാൽ കഴിയും. നാം വാങ്ങുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ലേബലിൽ ഇത്തരത്തിലുള്ള സിന്തറ്റിക് ഫുഡ് കളറുകൾ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക.
പലപ്പോഴും ഈ സിന്തറ്റിക് ഫുഡ് കളറുകളുടെ പേരുകൾ ലേബലിൽ കാണില്ലെങ്കിലും അവയുമായി ബന്ധപ്പെട്ട INS നമ്പറുകൾ കാണാൻ പറ്റും. ടാട്രസിൻ്റെ INS നമ്പർ 102 ആണ്. സൺസെറ്റ് യെല്ലോയുടെ INS നമ്പർ 110 ആണ്. കാർമോയിസിൻ്റെ INS നമ്പർ 122 ആണ്. ഇത്തരത്തിൽ ഭക്ഷ്യവസ്തുക്കളിൽ അല്ലെങ്കിൽ കോൺഫെക്ഷണറീസ് അല്ലെങ്കിൽ മിഠായികളിൽ ചോക്ലേറ്റ്സിലൊക്കെ ചേർത്തിരിക്കുന്ന സിന്തറ്റിക് ഫുഡ് കളറുകളെ തിരിച്ചറിയുകയും അത്തരത്തിൽ സിന്തറ്റിക് ഫുഡ് കളറുകൾ ചേർത്ത ഭക്ഷ്യവസ്തുക്കൾ കുട്ടികൾക്ക് തുടർച്ചയായി വാങ്ങിച്ചു കൊടുക്കുന്ന ശീലം ഒഴിവാക്കുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള കുട്ടികളിൽ, അതായത് ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളിൽ പോലും അവയുടെ ലക്ഷണങ്ങൾ ഒരു പരിധിവരെ വർദ്ധിപ്പിക്കാതെ നോക്കാൻ നമുക്ക് കഴിയും. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്